നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്നൊരു മോക്ക് ടെസ്റ്റ് ആണ്. സയൻസിന്റെ 15 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാർക്ക് ചെക്ക് ചെയ്തതിനു ശേഷം താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം എത്ര മാർക്ക് കിട്ടിയെന്ന് കേട്ടോ. മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്തേക്കണേ. പിന്നെ ക്വസ്റ്റ്യനും ഉത്തരവും മാത്രമല്ല, നമ്മൾ ഓരോ ചോദ്യത്തിനെയും റിലേറ്റഡ് ഫാക്റ്റും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഒരുപാട് ഫാക്ട്സ് ഈ ഒരൊറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയേക്കണേ. തുടങ്ങിയാലോ? ആദ്യത്തെ ചോദ്യം, ഒരു സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പ്രതിബിംബം മിഥ്യയാണ്, വസ്തുവിനേക്കാൾ ചെറുതാണ്, നിവർന്നതാണ്, വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമാണ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വസ്തുവിനേക്കാൾ ചെറുതാണ്. ഒരു സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന വസ്തുവിനേക്കാൾ ചെറുതല്ല, വസ്തുവിന്റെ അതേ സൈസാണ്. പ്രതിബിംബം മിഥ്യയാണ്, ശരിയാണ്. നിവർന്നതാണ്, ശരിയാണ്. വസ്തുവിലേക്കുള്ള ദൂരവും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമാണ്, ശരിയാണ്. നമ്മൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത് സമതല ദർപ്പണമാണ്. അപ്പൊ നമ്മുടെ രൂപം ഒന്ന് ഓർത്താൽ മതി. അവിടെ കാണുന്ന പ്രതിബിംബം, കണ്ണാടി മിററിൽ കാണുന്ന പ്രതിബിംബം മിഥ്യയാണ്, നിവർന്നല്ലേ നിൽക്കുന്നത്. വസ്തുവിലേക്കുള്ള ദൂരം, നമ്മളും കണ്ണാടിയുമായിട്ടുള്ള ദൂരവും കണ്ണാടിയിലുള്ളിൽ ഫോം ചെയ്യുന്ന പ്രതിബിംബവും കണ്ണാടിയുമായിട്ടുള്ള ദൂരവും തുല്യമാണ്. വസ്തുവിനേക്കാൾ ചെറുതാണോ? അല്ല, വസ്തുവിന്റെ അതേ വലിപ്പം, നമ്മുടെ അതേ വലിപ്പത്തിലുള്ള ഇമേജ് തന്നെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ദർപ്പണത്തെ കുറിച്ച് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ദർപ്പണം അഥവാ മിറർ? പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലമാണ് ദർപ്പണം. എന്താണ് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ? ചോദ്യം സമതല ദർപ്പണത്തെ കുറിച്ചല്ലേ. സമതല ദർപ്പണം എന്നാൽ ഉപരിതലം സമതലമായ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ദർപ്പണമാണ് സമതല ദർപ്പണം. സമതല ദർപ്പണം എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മുഖം നോക്കുന്ന കണ്ണാടിയിൽ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ്. കാലിഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ്. കാലിഡോസ്കോപ്പ് നിർമ്മിക്കാൻ, അതുപോലെ പെരിസ്കോപ്പ് നിർമ്മിക്കാനൊക്കെ ഏതാ ഉപയോഗിക്കുന്നത്? സമതല ദർപ്പണമാണ് ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ഒരു ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ ആവർധനം -1 ആണെങ്കിൽ ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ്, സമതലമാണ്, കോൺകേവ് ആണ്, ഇതൊന്നുമല്ല. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി, കോൺകേവ് ആണ്. അപ്പൊ എന്താണ് ഈ ആവർധനം? ആവർധനം എന്നാൽ പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതമാണ്. പ്രതിബിംബത്തിന്റെ ഉയരം, ഇമേജിന്റെ ഹൈറ്റ് HI എന്നെടുത്തു. ഒബ്ജക്റ്റ് അഥവാ വസ്തുവിന്റെ ഉയരം HO എന്നെടുത്താൽ ആവർധനം, മാഗ്നിഫിക്കേഷൻ സ്മോൾ m കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? HI/HO. യൂണിറ്റ് ഉണ്ടോ? യൂണിറ്റ് ഇല്ല, രണ്ടും ഹൈറ്റ് അല്ലേ, അപ്പൊ ക്യാൻസൽ ആയി പോകും. യൂണിറ്റ് ഇല്ല, അപ്പൊ യൂണിറ്റ് ഇല്ലാത്ത ഒരു ഭൗതിക അളവാണ് ആവർധനം എന്ന് ഓർക്കുക. വസ്തുവിലേക്കുള്ള അകലം U എന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലം V എന്നും പരിഗണിച്ചാൽ, വസ്തുവിലേക്കുള്ള അകലം U എന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലം V എന്നും പരിഗണിച്ചാൽ മാഗ്നിഫിക്കേഷൻ, ദർപ്പണത്തിന്റെ കേസിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? -V/U ആണ്. -V/U, അതൊന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നതിൽ കോൺകേവ് ദർപ്പണത്തിന്റെ ഉപയോഗം അല്ലാത്തത് ഏത്? മേക്കപ്പ് മിറർ, ഷേവിംഗ് മിറർ, ഹെഡ് മിറർ, റിയർ വ്യൂ മിറർ. ഉത്തരം എഴുതിക്കോളൂ. ഓപ്ഷൻ ഡി, റിയർ വ്യൂ മിറർ. റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് ദർപ്പണമാണ്? കോൺവെക്സ് ദർപ്പണമാണ്. റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന കോൺവെക്സ് ദർപ്പണമാണ്. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണം, അതാണ് റിയർ വ്യൂ മിറർ. ഏതാ ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ദർപ്പണമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുകയും ചെയ്യുന്നു. കോൺകേവ് ദർപ്പണം എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മേക്കപ്പ് മിറർ ആയിട്ട്, ഷേവിംഗ് മിറർ ആയിട്ട്, ഹെഡ് മിറർ ആയിട്ട്, ടോർച്ചിലെ റിഫ്ലക്ടർ ആയിട്ടൊക്കെ കോൺകേവ് ദർപ്പണമാണ് ഉപയോഗിക്കുന്നത്. സമതല ദർപ്പണം എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മുഖം നോക്കാൻ, പെരിസ്കോപ്പ്, കാലിഡോസ്കോപ്പ് നിർമ്മിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം നോക്കാം. 2 സമതല ദർപ്പണങ്ങളുടെ അരികുകൾ തമ്മിൽ 45 ഡിഗ്രി കോൺ വരത്തക്ക വിധം ചേർത്ത് വെച്ചിരിക്കുന്നു എങ്കിൽ അവ രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര? 7, 8, 6, 5. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, 7 ആണ്. ഇതെങ്ങനെയാ കണ്ടുപിടിക്കുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം? PSC എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഓർത്തിരിക്കുക ഈ ചോദ്യം. ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് തീറ്റയാണെങ്കിൽ
പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n പ്രതിബിംബങ്ങളുടെ എണ്ണമാണ് ഞാൻ n എടുത്തിരിക്കുന്നത് 360 ഡിവൈഡഡ് ബൈ തീറ്റ മൈനസ് 1 ആണ് 360 ഡിവൈഡ് ബൈ തീറ്റ മൈനസ് 1 ഇപ്പൊ തന്നെ പഠിച്ചോ പ്രതിബിംബങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുന്നത് n ഈസ് ഈക്വൽ ടു 360 ഡിവൈഡ് ബൈ തീറ്റ മൈനസ് 1 തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ആണ് 45 ഡിഗ്രിയല്ലേ ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ 360 ഡിവൈഡഡ് ബൈ 45 മൈനസ് 1 എത്രയെന്ന് വരും 7 എന്ന് വരും അപ്പൊ 60 ഡിഗ്രി ആണെങ്കിലോ 60 ഡിഗ്രിയാണ് ദർപ്പണങ്ങൾക്കിടയിലെ കോണളവെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും 360 ഡിവൈഡഡ് ബൈ 60 മൈനസ് 1 ദാറ്റ് ഈസ് 5 എന്ന് വരും ഓക്കെ സെറ്റ് അല്ലേ ചോദ്യം ആവർത്തനത്തിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ മീറ്റർ ന്യൂട്ടൺ ഇതൊന്നുമല്ല ഉത്തരം എഴുതിക്കോളൂ ഉത്തരം ഇതൊന്നുമല്ല ആവർത്തനത്തിന് യൂണിറ്റ് ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല രണ്ടും ഹൈറ്റ് ആണ് ക്യാൻസൽ ആയി പോവും ഓക്കെ യൂണിറ്റ് ഇല്ല അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക അപ്പർച്ചറിന്റെ മധ്യബിന്ദു മുഖ്യ ഫോക്കസും പോളും തമ്മിലുള്ള ദൂരം വക്രതാ കേന്ദ്രവും പോളും തമ്മിലുള്ള ദൂരം അപ്പൊ ഇത് ഈ രണ്ടാമത്തെ കോളവുമായിട്ട് ചേരുംപടി ചേർക്കുക ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതണേ ഉത്തരം ഓപ്ഷൻ ബി ആണ് അപ്പർച്ചറിന്റെ മധ്യബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് പോൾ മുഖ്യ ഫോക്കസും പോളും തമ്മിലുള്ള ദൂരത്തെ വിളിക്കുന്ന പേരാണ് ഫോക്കസ് ദൂരം ഇനി വക്രതാ കേന്ദ്രവും പോളും തമ്മിലുള്ള ദൂരത്തെ വിളിക്കുന്ന പേരാണ് വക്രതാ ആരം അഥവാ റേഡിയസ് ഓഫ് കർവേച്ചർ ഓക്കെ ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എങ്ങനെയുള്ളതാണ് ഓപ്ഷൻ നോക്കാം യഥാർത്ഥവും തലകീഴായതുമാണ് യഥാർത്ഥവും നിവർന്നതുമാണ് മിഥ്യയും നിവർന്നതുമാണ് മിഥ്യയും തലകീഴായതുമാണ് ഉത്തരം എഴുതിക്കോളൂ ഉത്തരം ഓപ്ഷൻ സി മിഥ്യയും നിവർന്നതുമാണ് ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എന്താണ് കോൺവെക്സ് ദർപ്പണം പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം എവിടെയൊക്കെ ഉപയോഗിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നു റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു സൺഗ്ലാസുകൾ നിർമ്മിക്കാനൊക്കെ എന്താ ഉപയോഗിക്കുന്ന കോൺവെക്സ് ദർപ്പണമാണ് ഉപയോഗിക്കുന്നത് ഒരു ദർപ്പണത്തിലൂടെ കാണാൻ കഴിയുന്ന ദൃശ്യമാനതയുടെ പരമാവധി വ്യാപ്തിയെ വിളിക്കുന്ന പേരാണ് വീക്ഷണ വിസ്തൃതി അപ്പൊ ഈ കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് വീക്ഷണ വിസ്തൃതി ഇംഗ്ലീഷിൽ ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയും കേട്ടോ അപ്പൊ കോൺവെക്സ് ദർപ്പണങ്ങൾക്ക് ഈ വീക്ഷണ വിസ്തൃതി കൂടുതലായതുകൊണ്ടാണ് വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നത് എന്ന് ഓർക്കുക കൂടാതെ ഈ റോഡുകളിലെ കൊടും വളവില് കോൺവെക്സ് ദർപ്പണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് എന്തിനു വേണ്ടിയിട്ടാ വളവുകൾക്ക് അപ്പുറത്ത് നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ സഹായിക്കുന്നതിനാൽ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺവെക്സ് ദർപ്പണം ഈ വളവുകളില് കൊണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 15 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ വക്രത ആരം എത്രയാണ് 7.5 സെന്റിമീറ്റർ 45 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ ഉത്തരം എഴുതിക്കോളൂ ഓപ്ഷൻ ഡി 30 സെന്റിമീറ്റർ ആണ് അപ്പൊ ആ ഇക്വേഷൻ എന്താണ് ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരവും വക്രത ആരവും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ഫോക്കസ് ദൂരം F is equal to R/2 ആണ് വക്രത ആരം ഡിവൈഡഡ് ബൈ 2 അപ്പൊ R എന്ന് പറയുന്നത് എന്താണ് 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാ 2F അപ്പൊ ഇവിടെ F അല്ലേ തന്നിരിക്കുന്നത് Fന്റെ ഡബിൾ ആയിരിക്കും എന്ത് വക്രത ആരം അതിപ്പോ 15 ആണെങ്കിൽ 30 ഓക്കെ അടുത്ത ചോദ്യം ഒരു കോൺകേവ് ദർപ്പണം വസ്തുവിന്റെ അതേ വലുപ്പമുള്ള പ്രതിബിംബം രൂപീകരിക്കുന്നു വസ്തു എവിടെയായിരിക്കുമ്പോഴാണ് മുഖ്യ ഫോക്കസിലായിരിക്കുമ്പോൾ വക്രതാ കേന്ദ്രത്തിന് അപ്പുറമായിരിക്കുമ്പോൾ മുഖ്യ ഫോക്കസിനും വക്രതാ കേന്ദ്രത്തിനും ഇടയിലായിരിക്കുമ്പോൾ വക്രതാ കേന്ദ്രത്തിലായിരിക്കുമ്പോൾ ഉത്തരം എഴുതിക്കോളൂ ഉത്തരം വക്രതാ കേന്ദ്രത്തിലായിരിക്കുമ്പോഴാണ് വക്രതാ കേന്ദ്രത്തിൽ ആയിരിക്കുമ്പോൾ എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏത് കോൺവെക്സ് കോൺകേവ് സമതലം ഇതൊന്നുമല്ല ഉത്തരം എഴുതിക്കോളൂ കോൺവെക്സ് ദർപ്പണമാണ് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ് അടുത്ത ചോദ്യം കോൺവെക്സ് ദർപ്പണത്തെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കാനുള്ള കാരണം ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു വീക്ഷണ വിസ്തൃതി കുറവായതുകൊണ്ട് വീക്ഷണ വിസ്തൃതി കൂടുതലായതുകൊണ്ട് എപ്പോഴും മിഥ്യാ പ്രതിബിംബം രൂപീകരിക്കുന്നത് കൊണ്ട് തലകീഴായ പ്രതിബിംബം രൂപീകരിക്കുന്നത് കൊണ്ട് ഉത്തരം എഴുതിക്കോളൂ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വീക്ഷണ വിസ്തൃതി കൂടുതലായതുകൊണ്ടാണ് കോൺവെക്സ് ദർപ്പണത്തെ റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക രണ്ട് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് കോൺകേവ് ദർപ്പണം മിഥ്യാ പ്രതിബിംബം രൂപീകരിക്കുന്നത് വസ്തു മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കുമ്പോഴാണ്
രണ്ടാമത്തെ പ്രസ്താവന കോൺവെക്സ് ദർപ്പണം എല്ലായ്പ്പോഴും യഥാർത്ഥ പ്രതിബിംബമാണ് രൂപീകരിക്കുന്നത്. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതണേ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. കോൺകേവ് ദർപ്പണം മിഥ്യാ പ്രതിബിംബം രൂപീകരിക്കുന്നത് എപ്പോഴാണ്? വസ്തു മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിലായിരിക്കുമ്പോഴാണ്. ബാക്കി സാഹചര്യങ്ങളെല്ലാം കോൺകേവ് ദർപ്പണം യഥാർത്ഥവും തലകീഴായതുമായ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത് എന്നോർക്കുക. എഫിനും പിക്കും ഇടയിൽ വരുമ്പോൾ മാത്രമേ പ്രതിബിംബം മിഥ്യയും നിവർന്നതും ആയിരിക്കത്തുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രസ്താവന കോൺവെക്സ് ദർപ്പണം എല്ലായ്പ്പോഴും യഥാർത്ഥ പ്രതിബിംബമാണ് രൂപീകരിക്കുന്നത്, അല്ല മിഥ്യാ പ്രതിബിംബമാണ് രൂപീകരിക്കുന്നത്. അടുത്ത ചോദ്യം, 30 സെന്റിമീറ്റർ വക്രത ആരമുള്ള ഒരു കോൺവെക്സ് ദർപ്പണത്തിന് മുന്നിൽ 10 സെന്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചിരിക്കുന്നു. പ്രതിബിംബത്തിലേക്കുള്ള അകലം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി +6 ആണ്. ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? 30 സെന്റിമീറ്റർ വക്രത ആരം, അതായത് R എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. ഒരു കോൺവെക്സ് ദർപ്പണത്തിന് മുന്നിൽ 10 സെന്റിമീറ്റർ അകലെ, ദാറ്റ് ഈസ് യു ആണ് 10 സെന്റിമീറ്റർ. യു ആണ് 10 സെന്റിമീറ്റർ. വസ്തുവിലേക്കുള്ള അകലം യു. അപ്പോൾ വക്രത ആരം കോൺവെക്സ് ദർപ്പണം ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് 30 സെന്റിമീറ്റർ ആണ്. വസ്തുവിലേക്കുള്ള അകലം യു എന്ന് പറഞ്ഞാൽ -10 സെന്റിമീറ്റർ ആണ്. ഈ കാർട്ടീഷ്യൻ റൂൾ അനുസരിച്ച് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഫോക്കസ് ദൂരം എങ്ങനെ കണ്ടുപിടിക്കും? F = R/2 അല്ലേ, ദാറ്റ് ഈസ് 30/2. അപ്പോൾ പോസിറ്റീവ് 30/2 ആണ്. അപ്പോൾ +15 സെന്റിമീറ്റർ ആണ് എന്ത് ഫോക്കസ് ദൂരം. ദർപ്പണ സമവാക്യം മിറർ ഫോമിലെ എന്താണ്? 1/F = 1/V + 1/U. 1/V + 1/U നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് V ആണ്. അപ്പോൾ 1/V എങ്ങനെ കണ്ടുപിടിക്കും? 1/F - 1/U ആണ്. 1/F - 1/U ആണ്. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. 1/15 - 1/-10. ഓക്കെ, അപ്പൊ ഈ മൈനസും കൂടെ പ്ലസ് ആവും. അപ്പൊ 1/15 + 1/10 എന്ന് വരും. അപ്പോൾ 1/Vയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/6 എന്ന് വരും. പോസിറ്റീവ് വാല്യൂ ആണ്. V = 6 എന്ന് വരും. +6 ആണ്. ഓക്കെ, +6 ആണ്. +6 സെന്റിമീറ്റർ ആണ് പ്രതിബിംബത്തിലേക്കുള്ള അകലം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ അറിയേണ്ടത് മിറർ ഫോമിലെയാണ്. 1/F = 1/V + 1/U. അടുത്ത നോക്കിയാലോ. ഒരു പ്രതലത്തിലേക്ക് ഒരു പ്രകാശരശ്മി വന്ന് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പതന കോൺ 40 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി 40 ഡിഗ്രി. പതന കോണും പ്രതിപതന കോണും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. അപ്പോൾ പതന കോൺ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്ര തന്നെയാണ്? 40 ഡിഗ്രിയാണ്. അത് ഓർത്തിരിക്കണേ. അടുത്ത ചോദ്യം, മുഖ്യ ഫോക്കസിലൂടെ കടന്നു വരുന്ന പ്രകാശരശ്മി എന്താണ് സംഭവിക്കുന്നത്? പ്രകാശരശ്മിക്ക് ഓപ്ഷൻ നോക്കാം. മുഖ്യ അക്ഷത്തിലൂടെ സമാന്തരമായി കടന്നു പോകും, അതേ പാതയിലൂടെ കടന്നു പോകും, പോളിലൂടെ കടന്നു പോകും, വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നു പോകും. ഉത്തരം എഴുതിക്കോളൂ. ഓപ്ഷൻ എ മുഖ്യ അക്ഷത്തിലൂടെ സമാന്തരമായി കടന്നു പോകും. മുഖ്യ ഫോക്കസിലൂടെ കടന്നു വരുന്ന പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകും. ഓക്കെ, അപ്പൊ ഇത്രയാണ് 15 ചോദ്യം. 15 ചോദ്യവും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സും കിട്ടിയല്ലോ. പിന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് മസ്റ്റ് ആയിട്ട് നാളെ കമന്റ് ചെയ്യണേ. അപ്പൊ അതനുസരിച്ച് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാം, കൂടുതൽ ടോപ്പിക്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഏതെങ്കിലും ടോപ്പിക്കിന്റെ സജഷൻ ഉണ്ടെങ്കിൽ അതുകൂടി പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.